ഹായ്, ജെയ്സിം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തിരുവനന്തപുരമുള്ള പൊന്മുടിയാണ്. അപ്പോൾ ആ പൊന്മുടിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ഉള്ളത് പൊന്മുടീൻ്റെ ഹിൽ ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയുന്ന ആളുകൾക്ക് അറിയും അതിൻ്റെ ആ ഒരു ഹിൽ ടോപ്പാണ് കാണുന്നത്. അതുവരെ കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മാക്സിമം കയറാൻ നോക്കുക. ആ കയറുന്ന വഴികളും ഈ ഒരു പൊന്മുടിയും ഞാൻ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അങ്ങനെ കയറി ഫൈനലി ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലൊന്നും ഇല്ലാതെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ കൂടെ സജിമയും സൽമാനും ഉണ്ട്. സജിമയും സൽമാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളും മരുമകനുമാണ്. അവരിവിടെ തിരുവനന്തപുരമാണ് ഉള്ളത്. അപ്പോൾ അവരെടുത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അവരാണ് ഞങ്ങളെ ഈ ഒരു പൊന്മുടിയിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ കയറിയ സമയത്ത് കോടയൊക്കെ കുറവാണ്. കാരണം തലേന്നൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു. അത് കാരണം കോടയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഭാഗ്യമില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കോടയൊക്കെ വരാൻ തുടങ്ങി. നല്ലൊരു സീനറി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. താഴൊക്കെ നോക്കുമ്പം കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇഷ്ടപ്പെടും. എന്തായാലും വന്ന് ഒരുപാട് സമയം നമ്മളിവിടെ ഇങ്ങനെ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും ഒരു മടുപ്പ് തോന്നുന്നില്ല. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു. കൂടുതൽ സമയമൊന്നും നിന്നിട്ടില്ല. 6 മണി വരെയൊക്കെ നിന്നിട്ടുള്ളൂ. അങ്ങനെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതിനെ ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇഷ്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ആൾക്കൂട്ടം, അതുപോലെ ഈ പാർക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. ഇതുപോലെ പ്രകൃതിയോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെ കണ്ടോ KSRTC വരുന്നത് കണ്ടോ. എനിക്കൊരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. പിന്നെ ഈ ഒരു KSRTCയിലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കാറിൽ പോണേക്കാട്ടിലും ഈ ഒരു KSRTCയിൽ വരുമ്പോൾ നല്ലൊരു വൈബാവും. മുന്നേ ഞാൻ വയനാട് ചുരത്തു നിന്നുള്ളൊരു വ്യൂ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു KSRTCയിൽ നിന്ന്. അടിപൊളി യാത്രയാണ് അന്നത്തെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളെ വണ്ടിയിലല്ല വന്നത്. പക്ഷേ KSRTCയിൽ പോരുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു വൈബാവും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു.